പോകാം വാർത്തയിലേക്ക്. ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ച സംഭവം. കോയമ്പത്തൂരിൽ ഭാര്യയെ കൊലപ്പെടുത്താനും വണ്ടാഴിയിലെ വീട്ടിലെത്തി സ്വയം നെഞ്ചിലേക്ക് വെടിവെക്കാനും ഉപയോഗിച്ചത് അനധികൃതമായി നിർമ്മിച്ച നാടൻ തോക്ക്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് കോയമ്പത്തൂർ പട്ടണ പുതൂരിലെ വീട്ടിലെത്തിയ കൃഷ്ണകുമാർ ഭാര്യ സംഗീതയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് 9 മണിയോടെ വണ്ടാഴിയിലെ വീട്ടിലെത്തിയ ഇയാൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം വിവരം അറിയിച്ച ശേഷം നെഞ്ചിലേക്ക് സ്വയം നിറയൊഴിക്കുകയായിരുന്നു. അനധികൃതമായി നിർമ്മിച്ച നാടൻ തോക്കാണ് കൃഷ്ണകുമാർ ഉപയോഗിച്ചതെന്ന് ജില്ലാ ആംസ് വിഭാഗം SI വി ശിവകുമാർ, CPO A അരുൺ എന്നിവർ മംഗലം സ്റ്റേഷനിലെത്തി നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കാഴ്ചയിൽ എയർഗണ്ണാണെന്ന് തോന്നുമെങ്കിലും 12 ബോർ തോക്ക് പോലെ ഉപയോഗിക്കാവുന്നതാണെന്നും അതേ തിര തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളതെന്നും 50 സെന്റിമീറ്റർ മാത്രം നീളമുള്ള തോക്ക് 2 ഭാഗമാക്കി ചെറിയ ബാഗിൽ പോലും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളതാണെന്നും അവർ പറഞ്ഞു. വീട്ടിൽ ലൈസൻസുള്ള തോക്കുണ്ടെങ്കിലും സൗകര്യത്തിനു വേണ്ടിയാവാം കൃഷ്ണകുമാർ വ്യാജ തോക്ക് സംഘടിപ്പിച്ചത്. അനധികൃതമായി തോക്ക് സംഘടിപ്പിച്ചത് എവിടെ നിന്നാണെന്നും ഇതിൽ ഉപയോഗിക്കാനുള്ള തിര സംബന്ധിച്ചും ആംസ് ആക്ട് പ്രകാരം കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. ഭാര്യ സംഗീതയ്ക്ക് മറ്റൊരാളുമായി ബന്ധമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മംഗലം പോലീസ് ഇൻസ്പെക്ടർ S അനീഷ്, SI KE ഷാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. UTV ന്യൂസ്, പാലക്കാട്.